എയർപോർട്ട് എടുത്താണ്ടല്ലോ സിജു, അവിടെ മണിമല വില്ലേജിലും അതുപോലെ എരുമേലി തെക്ക് വില്ലേജിലും ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളിലേക്ക് കടക്കുന്നു. ശബരിപാതയ്ക്ക് സംസ്ഥാന സർക്കാർ തത്തുല്യമായി ഏറ്റവും മികച്ച പാതി എന്ന മട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റുമായി കേരളം നിൽക്കുകയാണ്. അതുപോലെ തന്നെ റോപ്വേയുടെ കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് മുമ്പാകെ അവരുടെ ഒരു അനുമതി കൂടി കിട്ടിയാൽ മതി. അതിനുവേണ്ടി വനഭൂമി ഏറ്റെടുക്കുമ്പോൾ പകരം കൊല്ലം ജില്ലയിൽ ഭൂമി തിരികെ വനംവകുപ്പിന് കൈമാറും. അപ്പോൾ ഈ നടപടികളൊക്കെ ചെയ്തു വെച്ചിട്ട് അപ്പോൾ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുക എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു മുദ്രാവാക്യമോ അല്ലെങ്കിൽ കേവലം ഒരു വിശേഷണമോ അല്ല. ഈ നിലയിൽ ഗ്രൗണ്ടിൽ അതിനൊരു ഗ്രൗണ്ട് റിയാലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. യെസ്, ഇതിനകത്തൊരു പ്രശ്നം ഒന്ന് ശരത്ത്, ഇപ്പോൾ എന്തുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം എന്ന തരത്തിൽ ചോദ്യങ്ങൾ പ്രതിപക്ഷവും മറ്റു രാഷ്ട്രീയ പാർട്ടികളും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗിമ്മിക്കിൻ്റെ കാര്യമല്ല. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളെ അതേ 1-2 പിണറായി സർക്കാരുകൾ വന്ന് നടപ്പിലാക്കേണ്ടത് കിഫ്ബിയുടെ ഭാഗമായിട്ട് തന്നെ അവിടെ റോഡ് വികസനം അടക്കം ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ലോങ് ടൈം പ്ലാനാണ് ശബരിമല വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത്. അതല്ലാതെ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള ഒരു ഗിമ്മിക്കല്ല. ഇത് തന്നെ നേരത്തെ ധാരണയിൽ വന്ന ഒന്നാണ്. അതല്ലാതെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എന്നാൽ ഇനിയൊരു ആഗോള സംഗമമായി കളയാം, അയ്യപ്പ ആഗോള സംഗമമാകാം, അയ്യപ്പ ഭക്തരെയൊക്കെ വിളിച്ചു കൂട്ടി നമുക്ക് അവിടെ ഒരു പരിപാടിയാകാം എന്ന നിലയിലല്ല. അതിനൊരു ഫ്രെയിം വർക്കുണ്ട്, ഒരു ഹോം വർക്കുണ്ട്. അത് ഞാൻ പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ മാസ്റ്റർ പ്ലാനിൽ തുടങ്ങുന്നതാണ്.